ഒരിക്കൽ സ്വഹാബത്തുമായി ഒന്നിച്ചിരിക്കെ തിരുനബി അവർക്കൊരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന 3 ആളുകൾ യാത്രക്കിടെ രാത്രി തങ്ങാൻ ഒരു ഗുഹയിൽ പ്രവേശിച്ചു. അങ്ങനെ ഇരിക്കെ മലമുകളിൽ നിന്നും ഒരു പാറക്കല്ല് ഉരുണ്ടുവന്ന് പുറത്ത് കടക്കാൻ കഴിയാത്ത രീതിയിൽ ഗുഹാമുഖം അടച്ചു കളയുകയാണ്. ഈ പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടാൻ അവർ ചെയ്ത നന്മകളെ മുൻനിർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ആദ്യത്തെയാൾ പറഞ്ഞു, അള്ളാഹുവേ, എനിക്ക് വൃദ്ധരായ മാതാപിതാക്കളുണ്ടായിരുന്നു. അവരുടെ വിശപ്പകറ്റാതെ കുടുംബത്തെയോ അടിമകളെയോ ഞാൻ ഭക്ഷിപ്പിക്കാറില്ല. ഒരു ദിവസം മൃഗങ്ങളെ മേച്ച് തിരിച്ചു വന്നപ്പോൾ അവർ ഉറങ്ങിയിട്ടുണ്ട്. ഞാൻ പാൽ കറന്ന് അവരെ ഉണർത്താതെ കാത്തിരുന്നു. പാൽപാത്രം കയ്യിൽ പിടിച്ചുള്ള കാത്തിരിപ്പിനിടയിൽ വിശപ്പിന്റെ കാഠിന്യം മൂലം എൻ്റെ മക്കൾ കാലിൽ കിടന്ന് പൊട്ടിക്കരയുന്നുണ്ട്. നേരം പുലർന്നപ്പോൾ എൻ്റെ ഉമ്മയും ഉപ്പയും ഉണർന്നു. അങ്ങനെ കറന്നു വെച്ച പാൽ അവർക്കു ഞാൻ കൊടുത്തു. ഞാൻ ഇങ്ങനെ ചെയ്തത് നിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ അകപ്പെട്ട ഈ പ്രതിസന്ധിയിൽ ഒരു വിടവ് നൽകണം റബ്ബേ. ആ സമയം അവർക്ക് പുറത്തു കടക്കാൻ സാധിക്കാത്ത രീതിയിൽ ഗുഹാമുഖം അല്പം തുറക്കപ്പെട്ടു. രണ്ടാമൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ എളാപ്പാൻ്റെ മോളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. ജനങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു അവൾ. അവളെ കിട്ടണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചു. പക്ഷെ നിരന്തരമായി അവൾ എന്നെ തിരസ്കരിച്ചു. അങ്ങനെ ഒരു ദിവസം നാട്ടിൽ ക്ഷാമം പിടിപെടുകയാണ്. ആ സമയം അവളെൻ്റെ അടുത്തേക്ക് സഹായം ചോദിച്ചു വന്നു. ഈ അവസരം മുതലെടുക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാനുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടണമെന്ന നിബന്ധന പ്രകാരം അവൾക്ക് ഞാൻ 120 ദീനാർ നൽകി. നിവൃത്തിയില്ലാതെ അവൾ സമ്മതിച്ചു. എൻ്റെ ആഗ്രഹം പൂവണിയാനിരിക്കെ അവൾ എന്നോട് പറഞ്ഞു, ഇത്തഖില്ലാഹ്, ശീല അതിൻ്റെ അവകാശത്തോടെ അല്ലാതെ പൊട്ടിക്കരുത്. എൻ്റെ പ്രിയപ്പെട്ടവളായിരുന്നിട്ട് പോലും നിന്നെ പേടിച്ച് അതിൽ നിന്നും ഞാൻ പിന്മാറി. മാത്രമല്ല 120 ദീനാറുകൾ ഞാൻ തിരിച്ചു വാങ്ങിയിട്ടുമില്ല. റബ്ബേ, ഞാൻ ഇങ്ങനെ ചെയ്തത് നിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങളകപ്പെട്ട ഈ പ്രതിസന്ധിയിൽ ഒരു വിടവ് നൽകണം നാഥ. ആ സമയം അവർക്ക് പുറത്തു കടക്കാൻ സാധിക്കാത്ത രീതിയിൽ ഗുഹാമുഖം അല്പം കൂടെ തുറന്നു. മൂന്നാമൻ പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, എൻ്റെ മേൽനോട്ടത്തിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. എല്ലാവർക്കും ഞാൻ കൂലി നൽകിയെങ്കിലും അവരിൽ ഒരാൾ നേരത്തെ പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂലിയെ ഞാൻ ബിസിനസ്സിൽ നിക്ഷേപിക്കുകയും ആ ബിസിനസ് പുരോഗമിക്കുകയും ചെയ്തു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം വന്ന് പണിക്കൂലി ആവശ്യപ്പെട്ടു. യാ അബ്ദുല്ലാഹ്, എൻ്റെ കൂലി എവിടെയാണ്? ഞാൻ പറഞ്ഞു, ഈ കാണുന്ന ഒട്ടകങ്ങളും പശുക്കളും ആടുകളും അടിമകളുമെല്ലാം നിന്റെ കൂലിയാണ്. യാ അബ്ദുല്ലാഹ്, നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ? അല്ല, നിന്നെ ഞാൻ പരിഹസിച്ചതല്ല, ഞാൻ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ ഒന്നുപോലും ബാക്കി വെക്കാതെ മുഴുവൻ സമ്പത്തും അദ്ദേഹം കൊണ്ടുപോയി. ഞാൻ ഈ ചെയ്തത് നിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങളകപ്പെട്ട ഈ പ്രതിസന്ധിയിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകണേ അല്ലാഹ്. ആ സമയം ഗുഹാമുഖം തുറക്കുകയും അവർ രക്ഷപ്പെടുകയും ചെയ്തു.